everyone, welcome to Kids Area Online. ആദ്യ അക്ഷരങ്ങൾ മലയാളം അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ആദ്യത്തെ അക്ഷരം പഠിച്ചു. ആദ്യ അക്ഷരങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിനു മുൻപ് ഈ ക്ലാസ്സുകളുടെ വർക്ക്ഷീറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു കാര്യം കൂടി, LKG UKG ഫുൾ സിലബസ് ക്ലാസ്, അതായത് 1 ഇയർ കോഴ്സ്, സ്കൂളിലുള്ളതുപോലെ തന്നെ LKG UKGയുടെ എല്ലാ ക്ലാസ്സസും സിലബസ് പ്രകാരമുള്ള എല്ലാ ക്ലാസ്സസും ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സ് കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം മലയാളം എഴുതുവാനും വായിക്കുവാനും അറിയാത്ത കുട്ടികളുണ്ടാവും, ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും അറിയാത്ത കുട്ടികളുണ്ടാവും, ഹിന്ദി എഴുതുവാനും വായിക്കുവാനും അറിയാത്ത കുട്ടികളുണ്ടാവും. അവർക്കായിട്ടുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അക്ഷരം ഈ അക്ഷരമാണ്. ഇതിൻ്റെ പേര് ടീച്ചർ പറഞ്ഞു തരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരം ഏതായിരുന്നു? റ. ഇവിടെ നോക്കിയേ, ഒരു റ എഴുതിയിട്ടുണ്ട്, അതിനോടൊപ്പം മറ്റൊരു റാ കൂടി ചേർന്ന് വരുന്നുണ്ട്. ഓക്കെ, 2 റാകൾ ചേർന്ന് വരുന്നതാണ് ന. എന്താണ് പേര്? ന. ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ന. ന. നിങ്ങൾക്ക് ഓർമ്മിക്കുവാനായിട്ട് ന എന്ന അക്ഷരം വരുന്ന ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിനു മുൻപ് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതേത് അക്ഷരമാണ്? ന. ന. പറഞ്ഞേ, ന. ന. ഓക്കെ, ന വരുന്ന ചില വേർഡ്സ് നോക്കാം, വാക്കുകൾ നോക്കാം. ന. ഇതാരാണ്? അതെ, ആന. 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 ദാ ഇവിടെ നിങ്ങൾ കണ്ടോ? ന. നമ്മൾ പഠിച്ച ന എന്ന അക്ഷരം 2 റാകൾ തമ്മിൽ ചേർന്ന് വരുന്ന അക്ഷരമാണ് ന. അതേ നായാണ് ആന എന്ന് എഴുതിയപ്പോൾ അതിൽ ഉള്ളത്. ന. ഏതാണ് ഈ അക്ഷരം? ന. പറഞ്ഞേ, ന. ആന. ആനയിൽ ന എന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആന എന്നൊന്ന് പറഞ്ഞേ. ആന. ന. ന എന്ന ശബ്ദം നിങ്ങൾ കേട്ടു. ന എന്ന അക്ഷരമാണ് ഈ കാണുന്നത്. ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട ന എന്ന അക്ഷരമാണ് ഈ കാണുന്നത്. ഇതേത് അക്ഷരമാണ്? ന. ന കണ്ടാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? 2 റാകൾ തമ്മിൽ ചേർന്ന് വരുന്നത്. ഒരു റാ എഴുതി അതിനോടൊപ്പം തന്നെ മറ്റൊരു റാ കൂടി വരുന്നുണ്ട്. അത് നിങ്ങൾ ന എന്ന അക്ഷരം എഴുതുവാൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയറായി മനസ്സിലാക്കും. ഓക്കെ, അടുത്ത ചിത്രം നോക്കാം. അടുത്ത പിക്ചർ നോക്കിക്കോളൂ. ഇതെന്താണെന്ന് അറിയാവോ? പന. 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 ന എന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പന. പന. ന. പന എന്ന് നമുക്ക് എഴുതാം. പന. ന എന്ന അക്ഷരം ഏതാണ്? ഇതാണ് ന. ഏതാണ് ഈ അക്ഷരം? ന. 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 ഓക്കെ, അടുത്ത ചിത്രം നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ഉപയോഗിക്കുന്നതുമാണ്. എന്താണ്? പേന. പേന. പേന എന്ന് പറഞ്ഞേ. പേന. പേന. ന എന്ന ശബ്ദം നിങ്ങൾ കേട്ടായിരുന്നോ? പേന. ന.
അതെ, പേന എന്ന് എഴുതി നോക്കാം. പേന. ന എവിടാണ്? ന. 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 ഏതാണ് ഈ അക്ഷരം? ന. അടുത്ത ചിത്രം നമുക്ക് പരിചയപ്പെടാം. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ പറമ്പിലുള്ള ഒരു വെജിറ്റബിൾ ആണ്, പച്ചക്കറിയാണ്. എന്താണെന്നറിയാവോ? ചേന. എന്താണ്? ചേന. 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 ചേന എന്നെഴുതാം. ചേന. ന എന്ന ശബ്ദം നിങ്ങൾ കേട്ടുവല്ലോ. അപ്പോൾ ന എന്ന് എഴുതണം. ന. ഇതാണ് ന. ന എന്ന അക്ഷരം നമ്മൾ പഠിച്ചു. അതേ ന തന്നെയാണ് ചേന എന്ന് എഴുതിയപ്പോഴും എഴുതിയിട്ടുള്ളത്. ചേന. ചേന. ആദ്യത്തെ അക്ഷരം നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? ഓക്കെ. ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഓക്കെ ന. ന. ഏതാണ് ഈ അക്ഷരം? ന. ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരമാണ് ന. ന വരുന്ന കുറച്ച് വാക്കുകൾ ചിത്രങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. നമുക്കൊരിക്കൽ കൂടി നോക്കാം. ആന. നിങ്ങൾ കൂടെ പറഞ്ഞേ. ആന. പന. പേന. ചേന. ഒരിക്കൽ കൂടി. ആന, പന, പേന, ചേന. ഈ ചിത്രങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ, ചിത്രങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞപ്പോൾ ആവർത്തിച്ചു വന്ന അക്ഷരം ഏതായിരുന്നു? ന. ഏതാണ്? ന. 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 ഏതക്ഷരമാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത്? ന. 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 മറക്കില്ലല്ലോ. ഇനി നമുക്ക് ന എഴുതുവാൻ പഠിക്കേണ്ടേ? ന എഴുതുവാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അക്ഷരം നല്ലതുപോലെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ന എഴുതുവാനായിട്ട് പഠിക്കാം. ന എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. റാ എഴുതിയതുപോലെ എഴുതി താഴേക്ക് വന്ന് ഒരു റാ കൂടി എഴുതുക. ന. റാ എഴുതി മുകളിലേക്ക് പോയി മറ്റൊരു റാ കൂടി എഴുതുക. ന. റാ എഴുതി മുകളിലേക്ക് പോയി മറ്റൊരു റാ കൂടി എഴുതുക. ന. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ന. ഏതാണ് ഈ അക്ഷരം? ന. ന. അപ്പോൾ എങ്ങനെയാണ് ന എഴുതുക? റാ എഴുതി മുകളിലേക്ക് പോയി മറ്റൊരു റാ കൂടി എഴുതുക. ന. ന. നമ്മൾ എഴുതിയ അക്ഷരം ഏതായിരുന്നു? ന. ന. ന എന്ന അക്ഷരം മറക്കില്ലല്ലോ. ഇത് നിങ്ങൾ നിങ്ങളുടെ ഒരു ബുക്കിൽ എഴുതി പഠിക്കുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദ്യാക്ഷരങ്ങളിലുള്ള അടുത്ത അക്ഷരം പഠിക്കാം. ഓക്കെ. താങ്ക് യു. ബൈ.